Good morning to all. Last class we discussed about the topic what is contract accounting, what are the features of contract accounting and format of contract accounting. Now we are going to discuss about the topic profit on incomplete contract. Profit upon the incomplete contract is called notional profit. It is not an actual profit. Therefore, only a proportion of the notional profit is taken to the credit of profit and loss account. Balance of notional profit is transferred to work in progress as reserve. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചായിരുന്നു കോൺട്രാക്റ്റ് അക്കൗണ്ടിങ് അല്ലേ? അതിൽ പറഞ്ഞായിരുന്നു ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റിൻ്റെ പ്രോഫിറ്റ് നമ്മൾ നോഷണൽ പ്രോഫിറ്റ് എന്നാണ് പറയുന്നത്. ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു കോൺട്രാക്റ്റ് വർക്ക് കംപ്ലീറ്റ് ആകണമെങ്കിൽ ഒരു 2, 3, 4, 5 വർഷം വേണ്ടി വരും. എന്ന് വെച്ചാൽ അതിൻ്റെ ഡ്യൂറേഷൻ വളരെ കൂടുതലാണ്. എന്നാലും എല്ലാ വർഷവും നമ്മൾ കോൺട്രാക്റ്റ് അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യണം. വർക്ക് കംപ്ലീറ്റ് ചെയ്താലും കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിലും എല്ലാ അക്കൗണ്ടിങ് ഇയറിലും നമ്മൾ കോൺട്രാക്റ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഇൻകംപ്ലീറ്റ് എന്ന് വെച്ചാൽ കോൺട്രാക്റ്റ് വർക്ക് കംപ്ലീറ്റ് ആകാത്ത ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റ് അക്കൗണ്ട് വരയ്ക്കുമ്പം നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിന് പറയുന്നതാണ് നോഷണൽ പ്രോഫിറ്റ്. ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റിന് കിട്ടുന്ന പ്രോഫിറ്റാണ് നോഷണൽ പ്രോഫിറ്റ്. അത് നമ്മുടെ ആക്ച്വൽ പ്രോഫിറ്റ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രോഫിറ്റ് മുഴുവൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല. എങ്കിലും അതിൻ്റെ സർട്ടൻ പെർസെൻറ്റേജ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ബാക്കിയുള്ളത് വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട് റിസർവായിട്ടാണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ പ്രോഫിറ്റ് അപ്പോൺ ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റ്, പ്രോഫിറ്റ് ഓൺ ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റ് വരയ്ക്കുമ്പം അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിന് നമ്മൾ നോഷണൽ പ്രോഫിറ്റ് എന്ന് പറയുന്നു. അതിൻ്റെ സർട്ടൻ പെർസെൻറ്റേജ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ബാക്കിയുള്ളത് വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട് റിസർവായിട്ട് കാണിക്കുന്നു. അപ്പോൾ ഇങ്ങനെ കോൺട്രാക്റ്റ് നോഷണൽ പ്രോഫിറ്റിൻ്റെ എത്രയാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റേണ്ടത് എന്നൊക്കെ കണ്ടുപിടിക്കേണ്ട കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ നോക്കുക എന്താ പറയുന്നതെന്ന്. ഫസ്റ്റ് കേസാണ് പറയുന്നത്. ഇഫ് ദ കോൺട്രാക്റ്റ് ഈസ് കംപ്ലീറ്റഡ് ഈസ് 1/4 ഓർ ലെസ് ദാൻ 1/4 ബിലോ 25% ഓഫ് കോൺട്രാക്റ്റ് വർക്ക്. ഇവിടെ പറയുന്നത് കോൺട്രാക്റ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്തത് 1/4 എന്ന് പറഞ്ഞാൽ 25% അല്ലേ, ഓർ ലെസ് ദാൻ 1/4 എന്ന് വെച്ചാൽ 25%-നേക്കാളും കുറവോ ആണ് എങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നാണ് ഇവിടെ പറയുന്നത്. ഫുൾ എമൗണ്ട് ഓഫ് നോഷണൽ പ്രോഫിറ്റ് ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ടു വർക്ക് ഇൻ പ്രോഗ്രസ് ആസ് റിസർവ്. എന്ന് വെച്ചാൽ അങ്ങനെയുള്ള കേസിൽ ഈ നോഷണൽ പ്രോഫിറ്റിൻ്റെ മുഴുവൻ നമ്മൾ വർക്ക് ഇൻ പ്രോഗ്രസ്സിലേക്ക് നമ്മൾ റിസർവായിട്ട് മാറ്റി വെക്കണം. അങ്ങനെയുള്ള കേസിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഒരു എമൗണ്ട് മാറ്റി വെക്കണ്ട. എന്ന് വെച്ചാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ഒന്നും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ട. ഫസ്റ്റ് കേസ് ഇതാണ് പറയുന്നത്. കോൺട്രാക്റ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്തത് അല്ലെങ്കിൽ കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ചെയ്തത് 1/4 അല്ലെങ്കിൽ 1/4-നേക്കാളും കുറവോ ആണെങ്കിൽ, എന്ന് വെച്ചാൽ 25%-നേക്കാളും കുറവാണെങ്കിൽ, അതായത് കോൺട്രാക്റ്റ് വർക്ക് ആരംഭിച്ചതേ ഉള്ളെന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെയുള്ള കേസിൽ നമ്മൾ കോൺട്രാക്റ്റ് അക്കൗണ്ട് വരയ്ക്കുമ്പം കിട്ടുന്ന പ്രോഫിറ്റ് അത് നോഷണൽ പ്രോഫിറ്റാണ്. ആ നോഷണൽ പ്രോഫിറ്റിൻ്റെ ഒന്നും നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണ്ട. ആ കിട്ടുന്ന നോഷണൽ പ്രോഫിറ്റിന് മുഴുവൻ വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ടിൽ റിസർവായിട്ട് കാണിച്ചാൽ മതി. അതാണ് ഫസ്റ്റ് കേസ് പറയുന്നത്. സെക്കൻഡ് കേസ് ഇതാണ്. ഇഫ് ദ കോൺട്രാക്റ്റ് കംപ്ലീറ്റഡ് ഈസ് മോർ ദാൻ 1/4 ബട്ട് ലെസ് ദാൻ 1/2, that is more than 25% but less than 50% of contract work, then 1/3 of notional profit should be taken to profit and loss account. ഇവിടെ പറയുന്നത് കോൺട്രാക്റ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്തത് 1/4-നേക്കാളും കൂടുതലോ അതുപോലെ തന്നെ 1/2-നേക്കാളും കുറവാണെങ്കിൽ, എന്ന് വെച്ചാൽ 25%-നേക്കാളും കൂടുതലും 50%-നേക്കാളും കുറവും ആണെങ്കിൽ നോഷണൽ പ്രോഫിറ്റിൻ്റെ 1/3 നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റണം. ഇവിടെ നമ്മൾ കോൺട്രാക്റ്റ് അക്കൗണ്ട് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന നോഷണൽ പ്രോഫിറ്റ് അല്ലേ, ആ നോഷണൽ പ്രോഫിറ്റ് എന്താ ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കണം നമ്മുടെ കോൺട്രാക്റ്റ് വർക്ക് എത്രത്തോളം കംപ്ലീറ്റ് ചെയ്തു എന്ന് നോക്കണം. കോൺട്രാക്റ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്തത് ഒരു 25%-നേക്കാളും കൂടുതൽ 50%-നേക്കാളും കുറവാണ് അങ്ങനെയുള്ള കേസാണെങ്കിൽ ആ സമയത്തുള്ള നോഷണൽ പ്രോഫിറ്റിൻ്റെ 1/3 നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റണം. ബാക്കിയുള്ള 2/3 നമ്മൾ എങ്ങോട്ട് മാറ്റണം? വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട് റിസർവായിട്ട് കാണിക്കണം.
അപ്പോൾ ഇവിടെ പറയുന്നത് നോഷണൽ പ്രോഫിറ്റിൻ്റെ 1/3 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റണം എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ നോഷണൽ പ്രോഫിറ്റിൻ്റെ 1/3 ഡയറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല. നമ്മൾ 1/3 എന്ന് പറഞ്ഞാലും നോഷണൽ പ്രോഫിറ്റിൻ്റെ 1/3 ഡയറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മളൊരു ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ ഇക്വേഷൻ ഇതാണ്: നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു 1/3 ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ഡിവൈഡഡ് ബൈ വർക്ക് സർട്ടിഫൈഡ്. ഈ ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യണം. നോഷണൽ പ്രോഫിറ്റിൻ്റെ 1/3 നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. നോഷണൽ പ്രോഫിറ്റിൻ്റെ 1/3 നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എടുക്കാൻ പാടില്ല. പകരം നമ്മൾ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് എടുക്കണം. നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു 1/3 ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ഡിവൈഡ് ബൈ വർക്ക് സർട്ടിഫൈഡ്. അന്നേരം കിട്ടുന്ന എമൗണ്ട് എത്രയാണോ അത് നമ്മൾ എങ്ങോട്ട് മാറ്റണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റണം. ബാക്കി വരുന്നത് വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട് റിസർവായിട്ട് കാണിക്കണം. അടുത്തത് മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് എന്താണെന്ന് നോക്കുക. ഇഫ് ദ കോൺട്രാക്ട് ഈസ് കംപ്ലീറ്റഡ് ഈസ് 1/2 ആൻഡ് മോർ ദാൻ 1/2, that is more than 50% of contract work, then 2/3 of notional profit should be credited to profit and loss account. ഇവിടെ പറയുന്നത് നമ്മുടെ കോൺട്രാക്റ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്തത് 1/2 കൂടുതലാണ് എങ്കിൽ, എന്ന് വെച്ചാൽ 50% കൂടുതലാണ് എങ്കിൽ, അങ്ങനെയുള്ള കേസിൽ നമ്മുടെ നോഷണൽ പ്രോഫിറ്റിൻ്റെ 2/3 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. ബാക്കിയുള്ളത് വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട് റിസർവായിട്ട് കാണിക്കും. അപ്പോൾ നമുക്ക് ഈ നോഷണൽ പ്രോഫിറ്റിൻ്റെ 2/3 ഡയറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റുകയില്ല. പകരം നമ്മൾ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. ഇക്വേഷൻ ഇതാണ്: നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു 2/3 ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ഡിവൈഡ് ബൈ വർക്ക് സർട്ടിഫൈഡ്. നമ്മൾ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. അന്നേരം കിട്ടുന്ന എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കണം. ബാക്കിയുള്ള എമൗണ്ട് വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട് റിസർവായിട്ട് കാണിക്കണം. ദെൻ അടുത്തത് നാലാമത്തെ പോയിന്റ് ഇവിടെ പറയുന്നത്: ഇഫ് ദ കോൺട്രാക്ട് ഈസ് നിയറിംഗ് കംപ്ലീഷൻ, എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് മേ ബി അസർട്ടൈൻഡ് ബൈ ഡിഡക്റ്റിംഗ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് കോൺട്രാക്ട് ടു ഡേറ്റ് plus estimated additional expenditure to complete the contract from the contract price. A proportion of this estimated profit is credited to profit and loss account. ഇവിടെ പറയുന്നത് ഇഫ് ദ കോൺട്രാക്ട് ഈസ് നിയറിംഗ് കംപ്ലീഷൻ, അല്ലേ, കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഏകദേശം ഒരു 90%, 95% ഒക്കെ കോൺട്രാക്റ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള കേസിൽ നമ്മൾ നോഷണൽ പ്രോഫിറ്റ് അല്ല കണ്ടുപിടിക്കേണ്ടത്, പകരം നമ്മൾ എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇതുവരെ കോൺട്രാക്റ്റ് വർക്ക് നടന്നിട്ടുണ്ടോ? ഈ 90% കോൺട്രാക്റ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ആ അതുവരെയുള്ള ഈ കോൺട്രാക്റ്റിന് വേണ്ടിയുള്ള എക്സ്പെൻഡിച്ചർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. എത്ര വർക്കാണോ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അതുവരെയുള്ള ആ കോൺട്രാക്റ്റ് വർക്കിന് വേണ്ടിയുള്ള എക്സ്പെൻഡിച്ചർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതിൻ്റെ കൂട്ടത്തിൽ ഇനിയും കുറച്ചും കൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, അല്ലേ, വർക്ക് കുറച്ചും കൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതിനുവേണ്ടി എത്ര എക്സ്പെൻഡിച്ചറാണ് വരുന്നത് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യണം. അത് രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്യണം. എന്ന് വെച്ചാൽ ഇത്ര നമ്മൾ വർക്ക് ചെയ്ത് എത്രയാണോ അതുവരെയുള്ള എക്സ്പെൻഡിച്ചർ പ്ലസ് ഇനി എത്ര എക്സ്പെൻഡിച്ചർ വരാനുണ്ട്, ഇത് രണ്ടും കൂടെ കൂട്ടുന്ന എമൗണ്ട് നമ്മുടെ കോൺട്രാക്റ്റ് പ്രൈസിൽ നിന്ന് കുറയ്ക്കണം. എന്ന് വെച്ചാൽ കോൺട്രാക്റ്റ് പ്രൈസിൽ നിന്ന് എക്സ്പെൻഡിച്ചർ കുറയ്ക്കുമ്പോൾ നമുക്ക് എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് കിട്ടും. ഈ എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റിൻ്റെ സർട്ടൻ പെർസെൻറ്റേജ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റണം. അപ്പോൾ അത് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതാണ് ഇക്വേഷൻ: എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ഡിവൈഡ് ബൈ കോൺട്രാക്റ്റ് പ്രൈസ്. എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ഡിവൈഡ് ബൈ കോൺട്രാക്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു എമൗണ്ട് കിട്ടും. അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. അതാണ് ഇവിടെ നമ്മൾ കോൺട്രാക്റ്റ് ഈസ് നിയറിംഗ് കംപ്ലീഷൻ്റെ കേസിൽ പറയുന്നത്. നെക്സ്റ്റ്, ദ ലോസ് ഓൺ ഇൻകംപ്ലീറ്റ് കോൺട്രാക്ട് ഷുഡ് ബി ഫുള്ളി ട്രാൻസ്ഫേർഡ് ടു ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇനി നമ്മൾ കോൺട്രാക്റ്റ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ നമുക്ക് ലോസാണ് വരുന്നതെന്ന് വിചാരിക്കുക. നോഷണൽ പ്രോഫിറ്റ് ആണെങ്കിലാണ് നമ്മൾ ഈ സിറ്റുവേഷൻ പറഞ്ഞത്. ഇനി നമ്മൾ കോൺട്രാക്റ്റ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ഇൻ കേസ് ലോസ് ആയിപ്പോയെന്ന് വിചാരിക്കാം. അങ്ങനെ ലോസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ലോസ് മുഴുവനും നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്ക് നമ്മൾ ഈ മുഴുവൻ ലോസിനെയും ട്രാൻസ്ഫർ ചെയ്യണം.
ഇത്രയാണ് ഇവിടെ പറയുന്നത്. അപ്പം നമ്മൾ 5 പോയിൻ്റാണ് ഓർക്കേണ്ടത്. 5 പോയിൻ്റ് എന്ന് പറഞ്ഞാൽ കോൺട്രാക്റ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ ബേസിലാണ് നമ്മൾ നോഷൻ ഓഫ് പ്രോഫിറ്റ് എത്രത്തോളമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിൽ ആദ്യമേ പറയുന്ന കോൺട്രാക്റ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് 1/4 കുറവാണെങ്കിൽ 1/4 അല്ലെങ്കിൽ അതിനേക്കാളും കുറവാണെങ്കിൽ നോഷൻ ഓഫ് പ്രോഫിറ്റ് ഒന്നും നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റണ്ട. മുഴുവൻ നോഷൻ പ്രോഫിറ്റും വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട് റിസർവായിട്ട് കാണിച്ചാൽ മതി. രണ്ടാമത്തെ കേസ് പറയുന്നത് കോൺട്രാക്റ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്തത് 1/4 കൂടുതലും അതുപോലെ 1/2 കുറവ് ആണ് എങ്കിൽ നോഷൻ ഓഫ് പ്രോഫിറ്റിൻ്റെ 2/3 നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റണം. ബാക്കിയുള്ളത് വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട് റിസർവായിട്ട് കാണിക്കണം. അപ്പോൾ നമ്മൾ 2/3 എന്ന് പറയുന്ന ഡയറക്റ്റ് നോഷൻ ഓഫ് പ്രോഫിറ്റിൻ്റെ 2/3 എന്ന് എടുക്കാൻ പാടില്ല. പകരം നമ്മൾ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. നോഷൻ ഓഫ് പ്രോഫിറ്റ് ഇൻറ്റു 2/3 അല്ല 1/3 ആണ്. നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു 1/3 ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ഡിവൈഡ് ബൈ വർക്ക് സർട്ടിഫൈഡ് എന്ന് പറയുന്ന ഇക്വേഷൻ എടുക്കണം. ദെൻ മൂന്നാമത്തത് പറയുന്ന കോൺട്രാക്റ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് 1/2 കൂടുതലാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നോഷൻ പ്രോഫിറ്റിൻ്റെ 2/3 നമ്മൾ വർക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റണം. ആ സമയത്തുള്ള ഇക്വേഷൻ ഇതാണ്. നോഷൻ പ്രോഫിറ്റ് ഇൻറ്റു 2/3 ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ഡിവൈഡ് ബൈ വർക്ക് സർട്ടിഫൈഡ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് കോൺട്രാക്റ്റ് വർക്ക് നിയറിങ് കംപ്ലീഷൻ അല്ലേ, കോൺട്രാക്റ്റ് നിയറിങ് കംപ്ലീഷൻ ആ സിറ്റുവേഷനിലാണ് എങ്കിൽ നമ്മൾ എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ കോൺട്രാക്റ്റ് പ്രൈസിൽ നിന്ന് ഈ കോൺട്രാക്റ്റിന് വേണ്ടി വരുന്ന എക്സ്പെൻഡിച്ചർ എത്രയാണോ അത് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ആ പ്രോഫിറ്റിൻ്റെ സർട്ടൻ പെർസെൻറ്റേജ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനാണ് ഉപയോഗിക്കുന്നത്. എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ഡിവൈഡ് ബൈ കോൺട്രാക്റ്റ് പ്രൈസ്. ലാസ്റ്റ് പറയുന്നത് ലോസിൻ്റെ കേസാണ് എങ്കിൽ ആ ലോസിൻ്റെ മുഴുവൻ എമൗണ്ടും നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ.